ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് നമ്മുടെ നത്തോലി വെച്ചിട്ട് മീൻ പീരയും ഫ്രൈയുമാണ് ഉണ്ടാക്കുന്നത്. നത്തോലി ചെറിയ മീനല്ലല്ലോ, നല്ല ടേസ്റ്റിയാണ്. താള് ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ്. നമുക്ക് ഉപ്പിട്ടിട്ടും കഴുകാം. ഞാൻ കടലമാവ് ഇട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വൃത്തിയാക്കി എനിക്ക് സന്ധ്യയാണ് കഴുകി തന്നത്. ഇപ്പോൾ 1 കപ്പ് നാളികേരം, ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡറും 1 ടീസ്പൂൺ ചില്ലി പൗഡറും ഒന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 6 നമ്മുടെ ഗാർലിക്ക്, ഒരു പീസ് ജിഞ്ചറും പിന്നെ 2 പച്ചമുളകും കീറിയിട്ടു. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പും ചേർത്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തു. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നമ്മുടെ ഈ അരപ്പിൽ അങ്ങോട്ട് പിടിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നത്തോലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും മിക്സ് ചെയ്യണം. ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുക. മീൻ വളരെ ഡെലിക്കേറ്റ് ആണല്ലോ, അപ്പോൾ ഇതിനെ ജെൻറ്റിലായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്തു. ഇപ്പോൾ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. വേഗമാവും, ഒരു 5-6 മിനിറ്റിൽ തന്നെ മീൻ കുക്കായി കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ നത്തോലി ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണല്ലോ. എൻ്റെ സ്കില്ലറ്റിലാണ് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ചൂടായ ശേഷം നമ്മുടെ നത്തോലി വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് മറിച്ചിടാനും ശ്രദ്ധിച്ച് നമുക്ക് ഇടണം. ഇടയ്ക്ക് ഇതൊന്ന് സ്റ്റർ ചെയ്ത് കൊടുത്തു. സ്റ്റർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, മീൻ പൊട്ടിപ്പോവും. അപ്പം മെല്ലെ വേണം, ജെൻറ്റിലായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ നത്തോലിയും ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, മറ്റേ സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പീരയും വറ്റി വരുന്നുണ്ട്. ഫൈനലി കരിവേപ്പിലയും പിന്നെ കോക്കനട്ട് ഓയിലും ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അസലാണ് നമുക്ക് കഴിക്കാനായിട്ട്. വേറെ കൂട്ടാൻ്റെ ആവശ്യമില്ല. പൊതിച്ചോറൊക്കെ വെക്കുമ്പോൾ ഈ നത്തോലി ഫ്രൈയും അല്ലെങ്കിൽ മീൻ പീരയൊക്കെ വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് ലഞ്ചിന് ഞാൻ ഈ നത്തോലി പീരയാണ് ഉണ്ടാക്കിയിരിക്കുന്നതും പിന്നെ ഫ്രൈയും. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് നന്നായി ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കിയതാണ് ഷെയർ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.